Now we are dealing with quantum mechanics 6, and it is the Compton effect. In 1923, an American physicist, Arthur Holly Compton, performed an experiment by which he discovered an effect of photon over electron, which is known as the Compton effect. And he later won the Nobel Prize in Physics in 1927 for his discovery of this Compton effect. അതായത് 1923 അമേരിക്കൻ ഫിസിസ്റ്റായ ആർതർ ഹോളി കോംപ്റ്റൺ ആണ് എന്ത് ചെയ്തത്, ഈ ഫോട്ടോണിന് ഇലക്ട്രോണിൻ്റെ പുറത്തുള്ള എഫക്റ്റുകളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അതിനെ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പിൽക്കാലത്ത് നാമകരണം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് 1927 ഫിസിക്സിന് ലഭിക്കുകയും ചെയ്തു. സോ എന്താണ് കോംപ്റ്റൺ എഫക്റ്റ് എന്നുള്ളത് നോക്കാം. When a beam of X-rays of wavelength lambda are directed onto a carbon target, he found X-rays scattered in different directions with two peaks at lambda and lambda plus delta lambda. അപ്പോൾ ബീം ഓഫ് എക്സ്റേസിനെ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കാർബൺ ടാർജറ്റിലേക്ക് ഹിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് എന്ത് കാണാൻ പറ്റി, എക്സ്റേസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്യും. അപ്പോൾ അതിന് രണ്ട് പീക്ക് ഉണ്ടാകുകയും ചെയ്യും. ആ രണ്ട് പീക്കിനെ നമുക്ക് ലാംഡ എന്നും ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എന്നും പറയാം. അതായത് ആദ്യത്തെ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട വേറൊരു പീക്ക് കൂടെ ഉണ്ടാകുകയും ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ. അപ്പോൾ ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്, ആ ഡെൽറ്റ ലാംഡയാണ് നമ്മൾ കോംപ്റ്റൺ ഷിഫ്റ്റ് എന്ന് പറയപ്പെടുന്നത്. And delta lambda will be greater than 0. So according to classical physics, this delta lambda has to be 0. അങ്ങനെ ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തേ ഉണ്ടാകത്തുള്ളൂ, ഇപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്തിലുള്ള അതേ ഫോട്ടോൺ തന്നെ ആയിരിക്കണം സ്കാറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽ ഫിസിക്സ് പറഞ്ഞത്. ബട്ട് കോംപ്റ്റൺ ഫൗണ്ട് എ കോംപ്റ്റൺ ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ ലാംഡ. ആ ഡെൽറ്റ ലാംഡ ഷിഫ്റ്റുള്ള വേറൊരു രണ്ടാമതൊരു പീക്ക് കൂടെ ആര് കണ്ടു, കോംപ്റ്റൺ കണ്ടു. അപ്പോൾ ആ എഫക്റ്റിനാണ് നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ സൈഡിൽ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ത് ചെയ്യും, ഇലക്ട്രോണിൽ വന്ന് ഹിറ്റ് ചെയ്യും, ഒരു സ്കാറ്റേർഡ് ഫോട്ടോൺ ഉണ്ടാകുകയും വേറൊരു വേവ് ലെങ്തിലെ സ്കാറ്റേർഡ് ഫോട്ടോൺ ഉണ്ടാകുകയും അതുപോലെ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആംഗിളുകൾ ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിളുകളാണ് വരച്ചിരിക്കുന്നത്. അതായത് തീറ്റയും ഫൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്തിലുള്ള ഫോട്ടോൺ ആയിരിക്കത്തില്ല സ്കാറ്റർ ചെയ്യുന്നത്, വേറൊരു വേവ് ലെങ്തിലുള്ള ഫോട്ടോൺ ആയിരിക്കും സ്കാറ്റർ ചെയ്യുക. ഇലക്ട്രോണും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്കാറ്ററിങ് മെക്കാനിസത്തിനെയാണ് നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത്. വലതുവശത്തായിട്ട് മുകളിൽ കോംപ്റ്റൻ്റെ പടവും കാണിച്ചിട്ടുണ്ട്. So according to classical theory of scattering, the wavelength of X-ray would not be changing after interaction with the electrons. അപ്പോൾ ക്ലാസിക്കൽ തിയറി ഓഫ് സ്കാറ്ററിങ് എന്താ പറഞ്ഞത്, എക്സ്റേയുടെ വേവ് ലെങ്ത് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെ ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്ത ശേഷം വേവ് ലെങ്ത് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എന്നാണ് ക്ലാസിക്കൽ തിയറി പറഞ്ഞത്. ഹവർ കോംപ്റ്റൺ ഡിഡ് ഫൈൻഡ് എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. പക്ഷേ കോംപ്റ്റൺ എന്താ കണ്ടത്, ഒരു വേവ് ലെങ്തിൽ ഒരു വ്യത്യാസം കണ്ടു. ദെൻ കോംപ്റ്റൺ എഫക്റ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ക്ലാസിക്കൽ ഫിസിക്കൽ തിയറി വെച്ചിട്ട് കോംപ്റ്റൺ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഉപയോഗിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ വേവ് ലെങ്ത്സ് ഓഫ് ഇനിഷ്യൽ ഫോട്ടോൺ ആൻഡ് സ്കാറ്റേർഡ് ഫോട്ടോൺ ഈസ് നോൺ ആസ് കോംപ്റ്റൺ ഷിഫ്റ്റ്. Classical elastic scattering is also called as Thomson scattering, which is the elastic scattering of electromagnetic radiation by a free charged particle, as described by electromagnetism. It is also referred to as the low energy limit of Compton scattering. അപ്പോൾ കോംപ്റ്റൺ സ്കാറ്ററിങ്ങിൻ്റെ ലോ എനർജി ലിമിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, തോംസൺ സ്കാറ്ററിങ് എന്ന് പറയാം. അതിനെ ക്ലാസിക്കൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിട്ട് നമുക്ക് പറയാം. Compton effect gave very strong evidence in support of the quantum theory of radiation and existence of photons. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ആദ്യമായിട്ട് എക്സിസ്റ്റൻസ് ഓഫ് ഫോട്ടോൺസിനെ പറ്റി ഐൻസ്റ്റീൻ പറഞ്ഞെങ്കിലും കോംപ്റ്റൺ എഫക്റ്റ് ആണ് എന്ത് ചെയ്തത്, അതിനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അതിന് സപ്പോർട്ട് ചെയ്ത് നൽകിയത്. ദ കോംപ്റ്റൺ എഫക്റ്റ് is an incoherent and inelastic scattering of a photon by an elastic collision with electron in which both relativistic energy and momentum are conserved. അപ്പോൾ ഇവിടെ ഒരു കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകോഹറൻ്റ് ആയിട്ടുള്ള ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ആണ്, അല്ലേ. കൊടുക്കുന്ന എനർജി എന്ത് ചെയ്യും, ശരിക്ക് പുറത്തേക്ക് പോകുന്ന ഫോട്ടോണിൻ്റെ എനർജിയും ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജിയും വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് അതിന് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയാം. അതേപോലെ അത് ഇലാസ്റ്റിക് കൊല്യൂഷനാണ്, കാരണം കൊടുക്കുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിന് കിട്ടുന്നുണ്ട്, അല്ലേ. വേറെ ലോസ് ഓഫ് എനർജി ഒന്നുമില്ല, ഡിസിപ്പേഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ഇലാസ്റ്റിക് കൊല്യൂഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതുപോലെ റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇലാസ്റ്റിക് കൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ മറ്റൊരു പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൺസിഡർ ആൻ എക്സ്റേ ഫോട്ടോൺ ഹാവിങ് 0 റെസ്മാസ് ആൻഡ് ആൻ ഇലക്ട്രോൺ വിത്ത് റെസ്മാസ് m ആൻഡ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ എക്സ്റേ ഫോട്ടോൺ ഹാവിങ് 0 റെസ്മാസ് ആണ് ഇതിലേക്ക് ഹിറ്റ് ചെയ്യാൻ വരുന്നത്, അല്ലേ. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു h nu ആയിരിക്കും, മൊമെൻറ്റോ എന്ന് പറഞ്ഞാൽ h nu by c ആയിരിക്കും. അതുപോലെ ഇലക്ട്രോണിൻ്റെ റെസ്മാസ് എന്തായിരിക്കും, റെസ്മാസ് m ആണ്. അപ്പോൾ എനർജി എന്തായിരിക്കും, ഈസിക്കൽ ടു mc² ആയിരിക്കും.
അപ്പോൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനിഷ്യൽ മൊമെൻറ്റം അങ്ങനെ എടുക്കാം, പി ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കാം. അപ്പോൾ ആഫ്റ്റർ ദ കൊലീഷൻ ഫോട്ടോൺ സ്കാറ്റർഡ് അവേ വിത്ത് ആൻ ആംഗിൾ ഫൈ. അപ്പം ഹിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഫോട്ടോൺ ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് സ്കാറ്റർ ചെയ്ത് പോയി. From its original direction, while the electron receives an impulse and begins to move by making an angle theta with the direction of the incident photon. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോണിൽ നിന്ന് അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ പുറത്തേക്ക് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് എനർജി ആയി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം സ്ക്വയർ സി റൈസ് ടു 4 പ്ലസ് പി സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു പി എന്ന് എടുക്കാം. അവിടെ ഇനിഷ്യൽ മൊമെൻറ്റം 0യും ഫൈനൽ മൊമെൻറ്റം പിയും ആയിരിക്കും. അതുപോലെ സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെ എനർജി നമുക്ക് എങ്ങനെ എടുക്കാം, പുതിയൊരു വേവ് ലെങ്താണ് ഉണ്ടാകുക, അതായത് പുതിയൊരു ഫ്രീക്വൻസി ഉണ്ടാകുക. അപ്പോൾ നമുക്ക് അതിനെ എച്ച് ന്യൂ ഡാഷ് എന്ന് എടുക്കാം. മൊമെൻറ്റത്തിനെ പി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡാഷ് ബൈ സി എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ പാർട്ടിക്കിളിൻ്റെ എനർജിയും അതിൻ്റെ മൊമെൻറ്റും റെസ്പെക്റ്റീവ് മൊമെൻറ്റും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ദ ഫോട്ടോൺ ട്രാൻസ്ഫർ സം എനർജി ടു ദ ഇലക്ട്രോൺ. അല്ലേ, അത് ഫോട്ടോൺ എന്ത് ചെയ്യും, ഇലക്ട്രോണിന് കുറച്ച് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്യൂ ടു എനർജി ലോസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ന്യൂ ചേഞ്ചസ് ടു എ ലോവർ വാല്യൂ ന്യൂ ഡാഷ്. അല്ലേ, ഇപ്പോൾ ന്യൂവിൽ നിന്ന് എന്ത് ചെയ്യും, ന്യൂ ഡാഷ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫ്രീക്വൻസിയിലേക്ക് മാറും. അപ്പോൾ ലോസ് ഓഫ് എനർജി ബൈ ഫോട്ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈനറ്റിക് എനർജി ഗെയിൻ ബൈ റീകോയിൽ ഇലക്ട്രോൺ. അപ്പോൾ എനർജി ലോസ്, ഫോട്ടോണിൻ്റെ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഗെയിൻ ബൈ റീകോയിൽ ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് എന്ന് തന്നെ നമുക്ക് എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് എടുക്കാം. രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്തിന് കിട്ടുന്നത്, ഇലക്ട്രോണിന് കിട്ടുന്നത്. അല്ലേ, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെയും എനർജിയുടെ ഡിഫറൻസുകൾ. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂവും സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ഡാഷും ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ പറയാം, കൈനറ്റിക് എനർജി ഓഫ് ദ റീകോയിൽ ഇലക്ട്രോൺ എന്ന് പറയാം. എച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂ മൈനസ് ന്യൂ ഡാഷ് എന്ന് എഴുതാം. The momentum of incident photon is h nu by c and scattered photon is h nu dash by c. The initial and final momentum of electron is 0 and p. അപ്പോൾ total initial momentum എങ്ങനെ ആയിരിക്കും, which will be equal to total final momentum, that is the conservation of momentum. അപ്പോൾ along direction of the incident photon the conservation of momentum gives. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനിൽ, അതായത് ആ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിനെ നമുക്ക് എങ്ങനെ എടുക്കാം, എച്ച് ന്യൂ ബൈ സി പ്ലസ് 0. അല്ലേ, അതാണ് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ബൈ സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസിലോ ഇലക്ട്രോണിന് 0 ആണ്, 0 ആയിട്ട് എടുക്കാം. കാരണം ഇൻസിഡൻറ്റ് മൊമെൻറ്റം ഇല്ല, കാരണം പി 0 ആയതുകൊണ്ട് നമുക്കത് 0 ആയിട്ട് എടുക്കാം. അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഏതൊക്കെ എടുക്കാം, എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു കോസ് ഫൈ. അല്ലേ, ഇവിടെ എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു കോസ് ഫൈ ആയിട്ട് എടുക്കാം. അതാണ് സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെ ഒരു കമ്പോണൻറ്റ്. അല്ലേ, എൻ്റെ പാരൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും. പ്ലസ് ഇലക്ട്രോണിൻ്റെ പാരൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പി കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ സമ്മായിട്ടായിരിക്കും വരിക. അതുപോലെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എടുക്കുമ്പോഴോ, along perpendicular to the direction of the incident photon the conservation of momentum gives. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എൽ എച്ച് എസിൽ 0 ആയിരിക്കും. അല്ലെ, മൊമെൻറ്റത്തിൻ്റെ കേസിൽ എന്തായിരിക്കും, 0 ആയിരിക്കും, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ, ഇപ്പുറത്ത് വരുന്ന സമയത്തോ സ്കാറ്റേഡ് ഫോട്ടോണിൻ്റെ കേസിൽ നമുക്ക് എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു സൈൻ ഫൈ എന്ന് എടുക്കാം. അതുപോലെ ഇവിടെ സ്കാറ്റേഡ് ഇലക്ട്രോണിൻ്റെ കേസിലോ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് പി സൈൻ തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ എച്ച് ന്യൂ ഡാഷ് ബൈ സി സൈൻ ഫൈ മൈനസ് പി സൈൻ തീറ്റ എന്ന് കിട്ടും, വിച്ച് ഇസ് ദ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ മൾട്ടിപ്ലൈ ഇക്വേഷൻസ് 1 and 2 by c we get. അപ്പോൾ ആദ്യത്തെ എന്ത് കിട്ടും, പി സി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈ എന്ന് കിട്ടും. രണ്ടാമത്തത് പി സി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡാഷ് സൈൻ ഫൈ എന്ന് കിട്ടും, വിച്ച് ഇസ് ഇക്വേഷൻസ് 3 and 4. By squaring equation 3 and 4 and then adding them we get എന്ത് കിട്ടും, പി സ്ക്വയർ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 എച്ച് ന്യൂ ഇൻറ്റു എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈ പ്ലസ് എച്ച് ന്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 5. Now from the theory of relativity the total energy of recoil electron is given by the equation. Total energy of the recoil electron നമുക്ക് എങ്ങനെ എഴുതാം, E is equal to kinetic energy plus mc സ്ക്വയർ എന്ന് എടുക്കാം. അതായത് E സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം, m സ്ക്വയർ c raised to 4 plus p സ്ക്വയർ c സ്ക്വയർ എന്ന് എടുക്കാം. From equation 6 and 7 it can be written that kinetic energy plus mc square the whole square is equal to m square c raised to 4 plus p square c square എന്ന് എടുക്കാം. അതായത് ഈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു, ഈ കൈനറ്റിക് എനർജി പ്ലസ് എം സി സ്ക്വയർ എന്നുള്ളത് നമ്മളിവിടെ പുട്ട് ചെയ്തു. അപ്പോൾ ആർ എച്ച് എസ് ആ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷനായിട്ട് തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഇത് ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിട്ട് എഴുതാം. കൈനറ്റിക് എനർജി സ്ക്വയർ പ്ലസ് 2mc സ്ക്വയർ കെ ഇ പിന്നെന്തുണ്ട് പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4 ഉണ്ട്, അത് ആർ എച്ച് എസിലെ
എം സ്ക്വയർ സി റേസ് ടു പവർ ആയിട്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തേ ഉള്ളൂ, അപ്പം ആർ എച്ച് എസിൽ പി സ്ക്വയർ സി സ്ക്വയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വിച്ച് വിൽ ബി ഇക്വേഷൻ നമ്പർ 8. Now substituting the value of ke is equal to h nu minus h nu dash in equation 8 we get അതിൻ്റെ നേരത്തെ തന്നെ h nu minus h nu dash നമുക്കറിയാം. അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഇക്വേഷൻ നമ്പർ 8 ഇടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി സ്ക്വയർ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു h nu the whole square minus 2h nu into h nu dash plus h nu dash the whole square plus 2mc square into h nu minus h nu dash എന്ന് കിട്ടും, which is equation number 9. So substituting the value of p square c square from equation 5 into 9, we finally obtain 2mc square into h nu minus h nu dash is equal to 2h nu into h nu dash into 1 minus cos phi എന്ന് കിട്ടും, which is equation number 10. Dividing the 10 by 2h square c square, we obtain mc by h into nu by c minus nu dash by c is equal to nu by c into nu dash by c into 1 minus cos phi എന്ന് കിട്ടും, which is equation number 11. So we can rewrite in terms of wavelength. അപ്പോൾ ആ പ്രീവിയസ് ഇക്വേഷൻ നമ്മൾ വേവ്ലെങ്ത് ടൈംസിലേക്ക് റീറൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം സി ബൈ എച്ച് ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ഫൈ ഇൻറ്റു ലാംഡ ഡാഷ് എന്ന് കിട്ടും. ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ലാംഡ മൈനസ് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. Since we know lambda minus lambda dash is equal to delta lambda, that is the Compton shift, and h by mc is equal to Compton wavelength, that is lambda c. We can write it as delta lambda is equal to lambda c into 1 minus cos phi. So that this is the final equation, that is delta lambda is equal to lambda c into 1 minus cos phi എന്ന് പറയുന്നതാണ് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ. So it is clear that the Compton shift is independent of the wavelength of the incident photon but dependent on the scattering angle, that is angle of photon deflection. For an electron, lambda c, അതായത് Compton wavelength എന്ന് പറയുന്നത് എന്തായിരിക്കും, which is equal to 2.426 into 10 raised to minus 12 മീറ്റർ ആയിരിക്കും, അതായത് 2.426 പൈക്കോമീറ്റർ എന്ന് നമുക്ക് പറയാം. So that is the Compton wavelength for an electron. So next is the Compton shift becomes maximum when phi is equal to 180 degree, that is on head-on collision. Head-on collision നടക്കുമ്പോഴായിരിക്കും phi 180 ആകുക. So and then delta lambda max will be equal to 2 lambda c, അതായത് twice Compton wavelength ആവും, that is 2 into h by mc ആയിട്ട് കിട്ടും. So at that time the maximum change in wavelength will be equal to 4.86 into 10 raised to minus 12 meter എന്ന് കിട്ടും. Next is the Compton shift is minimum for phi is equal to 0 degree. 0 ഡിഗ്രി ആയിരിക്കുമ്പോഴായിരിക്കും എന്തുണ്ടാകുന്നത്, കോംപ്റ്റൺ ഷിഫ്റ്റ് മിനിമം ആകുന്നത്. അതായത് കോസ് ഫൈ എന്ന് പറയുന്നത് എന്തായി പോകും, 1 ആയി പോകും. അപ്പോൾ 1 minus 1 will be 0, the whole thing will be 0. So Compton shift is minimum for phi is equal to 0 degree and is called the grazing collision. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രേസിംഗ് കൊലീഷൻ എന്ന് പറയുക. അപ്പോൾ phi 180 ആകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹെഡ് ഓൺ കൊലീഷൻ എന്ന് പറയുക. അപ്പോൾ കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 1 + 1 2 ആയിട്ട് വരും. അങ്ങനെയാണ് ഇവിടെ 2 ലാംഡ സി കിട്ടിയത് കേട്ടോ. അങ്ങനെ phi 180 ആകുന്ന കണ്ടീഷനും phi 0 ആകുന്ന കണ്ടീഷനും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. phi 180 ഡിഗ്രി ആകുന്ന കണ്ടീഷൻ നമ്മൾ ഹെഡ് ഓൺ കൊലീഷൻ എന്നും phi 0 ആകുന്ന കണ്ടീഷൻ നമ്മൾ ഗ്രേസിംഗ് കൊലീഷൻ എന്നും പറയും. നെക്സ്റ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് കോംപ്റ്റൺ ഷിഫ്റ്റ് വിത്ത് സ്കാറ്ററിംഗ് ആംഗിൾ. അപ്പോൾ കോംപ്റ്റൺ ഷിഫ്റ്റ് സ്കാറ്ററിംഗ് ആംഗിളിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. y ആക്സിൽ കോംപ്റ്റൺ ഷിഫ്റ്റും x ആക്സിൽ സ്കാറ്ററിംഗ് ആംഗിളും കൊടുത്തിട്ടുണ്ട്. സോ സ്കാറ്ററിംഗ് ആംഗിൾ വേരീസ് ഫ്രം 0 to π. അപ്പോൾ പൈ ആകുന്ന സമയത്തായിരിക്കും നമുക്ക് മാക്സിമം കോംപ്റ്റൺ ഷിഫ്റ്റ് കിട്ടുക, ദാറ്റ് ഈസ് 2h by mc എന്ന് പറയുന്ന വാല്യൂ കിട്ടുക. അതിൻ്റെ മാക്സിമം വാല്യൂ ആയ നമ്മളിപ്പോൾ ഇവിടെ ഇടതുവശത്ത് എഴുതിയ 2h by mc എന്ന് പറയുന്ന വാല്യൂ കിട്ടുക, ദാറ്റ് ഈസ് ഡെൽറ്റ ലാംഡ മാക്സ്. ആ മാക്സിമം വാല്യൂ കിട്ടുന്ന 2h by mc എന്ന് പറയുന്ന വാല്യൂ ആണ്. ദാറ്റ് കറസ്പോണ്ട്സ് ടു എ സ്കാറ്ററിംഗ് ആംഗിൾ ഓഫ് പൈ, ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ അടുത്തതായിട്ട് പല ആംഗിൾസിലുള്ള പീക്കുകൾ, അതായത് കോംപ്റ്റൺ പീക്കുകൾ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്റേ എന്ത് ചെയ്യും, ഈ എക്സ്റേ ട്യൂബിൽ നിന്ന് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കാർബൺ ടാർജറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അതിനെ ഒരു കൊളിമേറ്റർ വഴി എന്ത് ചെയ്യും, നമുക്ക് അയണൈസേഷൻ ചേമ്പറിലേക്ക് അയക്കാം. കാൽസൈറ്റ് ക്രിസ്റ്റലിൽ വഴി അയണൈസേഷൻ ചേമ്പറിലേക്ക് നമ്മൾ അയക്കുന്നു. അപ്പോൾ പല ആംഗിളിലുള്ള വേരിയേഷൻസ് നമുക്ക് കാണാം. അതായത് ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻസ് ആണ് ഇവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 0 ഡിഗ്രിയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ 0 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് എന്തേ ഉള്ളൂ, ഒറ്റ പീക്കേ ഉള്ളൂ അല്ലേ. അതാണ് ഗ്രേസിംഗ് കൊലീഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ അത് phi is equal to 0 ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ കോംപ്റ്റൺ ഷിഫ്റ്റ് അവിടെ ഇല്ല. പിന്നെ 45 ഡിഗ്രി ആകുമ്പോൾ എന്തുണ്ട്, ചെറിയൊരു പീക്കായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ലാംഡ ഒരു മിനിമം വാല്യൂ ആയിരിക്കും ഉണ്ടാകുക. പിന്നെ അതിൽ നിന്ന് ഡെൽറ്റ ലാംഡ വീണ്ടും കൂടും അല്ലേ. 90 ഡിഗ്രി ആകുമ്പോൾ 2 പീക്കായിട്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് 135 ആകുമ്പോൾ വീണ്ടും കൂടും. അതാണ് സ്കാറ്ററിങ്
പീക്കുകൾ പല ആംഗിൾസിന് ഉള്ള സ്കാറ്ററിംഗ് റിലേറ്റീവ് ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. Now next is the variation of photoelectric effect, Compton scattering and pair production. അപ്പോൾ അത് മൂന്നിലും എന്തൊക്കെ വേരിയേഷൻസ് ആണ് കാണപ്പെടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എങ്ങനെയായിരിക്കും, ഒരു HNU എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ വന്ന് ആറ്റത്തിൽ ഹിറ്റ് ചെയ്യും, അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ ഇജക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കോംപ്റ്റൺ സ്കാറ്ററിങ്ങിൽ എങ്ങനെയായിരിക്കും, ഇതേപോലെ ഒരു HNU എന്ന് പറയുന്ന എക്സ്റേ റേഡിയേഷൻ വന്ന് എന്ത് ചെയ്യും, ഒരു ആറ്റത്തിൽ ഹിറ്റ് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സ്കാറ്റർ ചെയ്യുകയും അതേസമയം വേറൊരു വേവ് ലെങ്തിൽ എന്ത് ചെയ്യും, ഒരു പുറത്തേക്ക് ഒരു ഫോട്ടോൺ ഇജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോംപ്റ്റൺ സ്കാറ്ററിംഗ് എന്ന് പറയുക. പെയർ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അപ്പോൾ HNU വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ പോസിട്രോൺ പെയർസ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ പെയർ പ്രൊഡക്ഷന് വളരെ കൂടിയ ഫോട്ടോൺ എനർജി വേണം, ഓഫ് അറ്റ്ലീസ്റ്റ് 1.02 MeV ഉണ്ടെങ്കിൽ പെയർ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് കോംപ്റ്റൺ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ് നോക്കാം. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് അബ്സോർപ്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻ്റ് എവിടെയായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകുക, അതായത് ഹൈ ഇസഡ് മെറ്റീരിയൽസ്, ഹൈ അറ്റോമിക് നമ്പറുള്ള മെറ്റീരിയൽസിലാണ് സാധാരണ ഫോട്ടോ ഇലക്ട്രിക് അബ്സോർപ്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അവിടെ ഫോട്ടോൺസ് അങ്ങനെ ആയിരിക്കും, ലോ എനർജി ഫോട്ടോൺസ് ആയിരിക്കും. അതേപോലെ കോംപ്റ്റൺ പ്രോസസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലോ അറ്റോമിക് നമ്പർ മെറ്റീരിയൽസ്, ലോ ഇസഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ കോംപ്റ്റൺ പ്രോസസ്സ് കൂടുതലായിട്ട് കാണപ്പെടുക. അവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോട്ടോൺസ് ഹൈ എനർജി ഫോട്ടോൺസ് ആയിരിക്കും. പല എനർജി റേഞ്ചിൽ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആകുന്ന റേഞ്ചുകളും തന്നിട്ടുണ്ട്. അപ്പോൾ എയറിന് വാട്ടറിന് ടിഷ്യൂവിനൊക്കെ 30 kVയിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആകാറുണ്ട്. അതായത് ഫോട്ടോ ഇലക്ട്രിക് അബ്സോർപ്ഷനും അതുപോലെ കോംപ്റ്റൺ എഫക്റ്റും രണ്ടും ഒരുപോലെ വരാറുണ്ട്. 50 kVയിൽ അലൂമിനിയം ബോൺ, 300 kVയിൽ അയഡിൻ ബേരിയം ആൻഡ് 500 kV ലെഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുക. കോംപ്റ്റൺ എഫക്റ്റും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ആയിട്ടുള്ള വേരിയേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. So that is all for the time being. Thank you.